ലോകമെമ്പാടുമുള്ള മുരുക ഭക്തർ ജൂൺ 22-നായി കാത്തിരിക്കുകയാണ്. ജൂൺ 22-ന് മധുര മുരുക ഭക്തന്മാരെ കൊണ്ട് നിറയും. ഒന്നും രണ്ടും രാജ്യങ്ങളിലേതല്ല, 27 രാജ്യങ്ങളിൽ നിന്നാണ് 8 ലക്ഷത്തോളം മുരുക ഭക്തർ മധുരയിൽ സംഗമിക്കുന്നത്. മധുരയിൽ മുരുകൻ ഉത്സവം നടക്കുകയാണ് ജൂൺ 22-ാം തീയതി. ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുക ലക്ഷക്കണക്കിന് മുരുക ഭക്തർ. സനാതന വിരോധികളായ DMK സർക്കാർ കൂട്ടിലിട്ട വിറകിനെ പോലെയാണിപ്പോൾ അവസ്ഥ. ഈ സമ്മേളനത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണും പങ്കെടുക്കും. മുരുകൻ ഉത്സവത്തിന് DMK സർക്കാർ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്തിനാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവത്തിന് അന്യസംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെ പങ്കെടുപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് DMK ഉയർത്തുന്നത്. ജൂൺ 22-ന് മധുരയിലാണ് മുരുകൻ ഉത്സവം നടക്കുക. മധുരയിലെ തിരുപ്പറംകുണ്ട്രം എന്ന കുന്നിനു മുകളിലെ മുരുകൻ ക്ഷേത്രം മുരുകന്റെ 6 പടൈ വീടുകളിൽ ഒന്നാണ്. മുരുകന്റെ കുന്നായ ഇവിടെ അന്യമതസ്ഥർ കൈയടക്കാൻ ശ്രമിക്കുന്ന പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട്. മധുരയിൽ സംഘടിപ്പിക്കുന്ന ഈ മുരുക സമ്മേളനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വൻ ജനപങ്കാളിത്തത്തെ ഭയന്ന് തമിഴ്നാട്ടിലെ ഇന്ത്യ സഖ്യകക്ഷികൾ മുരുക ഭക്തരെ പാട്ടിലാക്കാനുള്ള വിവിധ നീക്കങ്ങൾ തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. അവിശ്വാസികളോ ഹിന്ദുവിരുദ്ധരോ ആയ നേതാക്കൾ പൊടുന്നനെ മുരുക ഭക്തരായി മാറിയതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം ഇതാണ് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുരുക ഭക്തരെ ഒന്നിപ്പിക്കുകയും മുരുക ഭക്തി ലോകം മുഴുവൻ എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് മുരുക സമ്മേളനങ്ങൾ നടക്കുന്നത്. മധുര ക്ഷേത്രത്തിനടുത്തുള്ള അമ്മത്തിടലിൽ ഈ ആത്മീയ സമ്മേളനം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരികയാണ്. ജൂൺ 10 മുതൽ സമ്മേളന വേദിയിൽ 6 പടൈ വീടുകളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 6 പടൈ മുരുകൻ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന വേൽ ഭക്തർക്കായി പ്രദർശിപ്പിക്കുന്നുണ്ട്. പ്രശസ്ത ആത്മീയ രാഷ്ട്രീയ ചലച്ചിത്ര വ്യവസായ സാമൂഹിക ചിന്തകരും മുരുക ഭക്തരുടെ ഈ മഹാസമ്മേളനത്തിൽ എത്തും. 10,000-കണക്കിന് കാവടി പാൽക്കുടം പദയാത്ര ഗ്രൂപ്പുകളും എത്തുമെന്നാണ് പ്രതീക്ഷ. ലക്ഷക്കണക്കിന് ഭക്തർ ഒരേ സമയം കന്ദഷഷ്ടി കവച പാരായണം ചെയ്യും എന്നതാണ് ഈ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത. പ്രശസ്ത വ്യക്തികളുടെ ആത്മീയ പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ, തമിഴ്നാട്ടിലെ നാടൻ കലകളിലെ പ്രകടനങ്ങൾ എന്നിവയ്ക്കും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ശ്രീ പരമേശ്വരന്റെ പുത്രനായതുകൊണ്ട് മുരുകൻ പിള്ളയാറാണ് എന്നും അതുകൊണ്ട് കുമാരനാണെന്നും സംഘം കൃതികളിൽ പറയുന്നു. എല്ലാ വിജയങ്ങളും നൽകുന്ന ദൈവമായതിനാൽ വേലനെന്നും വെற்றிവേലനെന്നും വെற்றிവേലനെന്നും മുരുകനെ വാഴ്ത്തുന്നു. തമിഴ് ജനതയുടെ സിരകളിൽ അലിഞ്ഞു ചേർന്ന ഭക്തിരസത്തിന്റെ നാമമാണ് വേലായുധൻ. പളനിയുടെ തത്വം കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ച പുണ്യമല പളനിമലയായപ്പോൾ മൊട്ടയടിച്ച് ഭസ്മം പൂശി കാവിയുടുത്ത് യോഗദണ്ഡേന്തി നിന്ന പരമജ്ഞാനിയായ ബാലസന്യാസി പളനിയപ്പനായി. തമിഴരുടെ കൺകണ്ട ദൈവമായി. തമിഴ്നാട്ടിൽ മുരുകക്ഷേത്രമില്ലാത്ത ഒരു ഗ്രാമങ്ങൾ പോലും കാണില്ല. കാരണം തമിഴർക്ക് തങ്ങളുടെ കൺകണ്ട ഈശ്വരൻ വേലായുധൻ തന്നെയാണ്. ആയതിനാൽ മുരുകഭക്തിയുടെ ഹൃദയഭൂമിയായി മാറി തമിഴകം. അങ്ങനെയുള്ള ദേവസേനാധിപനായ സുബ്രഹ്മണ്യ ദേവന്റെ സർവ്വപ്രശസ്തമായ 6 ക്ഷേത്രങ്ങളെ കണക്കാക്കുന്നു. ഈ 6 ക്ഷേത്രങ്ങളും 6 പടൈ വീടുകൾ എന്നാണ് അറിയുന്നത്. സംഘകവിയും ജ്ഞാനിയുമായ നക്കീരറാണ് തിരുമുരുക തൃപ്പടി എന്ന തന്റെ കൃതിയിൽ 6 പടൈ വീടുകളെ പറ്റി പരാമർശിച്ചത്. ശൂരപത്മന് എതിരെയുള്ള യുദ്ധനീക്കത്തിൽ ബാലസുബ്രഹ്മണ്യൻ സൈന്യവുമായി തമ്പടിച്ച 6 പുണ്യസ്ഥലങ്ങളാണിവ എന്നാണ് ഐതിഹ്യം. ആണ്ടവന്റെ 6 പടൈ വീടുകളിൽ ദർശനം നടത്തുന്നത് കലിയുഗ പുണ്യമാണെന്നാണ് വിശ്വാസം. തമിഴ്നാടിന്റെ ഓരങ്ങളിലും മധ്യഭാഗത്തുമായി ചിതറിക്കിടക്കുന്ന ഈ ക്ഷേത്രങ്ങൾ ഹൈന്ദവരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ തന്നെയാണ്. ഈ 6 ക്ഷേത്രങ്ങളും യഥാക്രമം മനുഷ്യ ശരീരത്തിലെ 6 ചക്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ശരീരാന്തസ്ഥമായ ചക്രഭാഗത്ത് ബാധിക്കുന്ന രോഗങ്ങൾ മാറാൻ അതാത് ചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്രത്തിലെ മൂർത്തിയെ ആരാധിക്കുകയും അവിടുത്തെ അഭിഷേക ദ്രവ്യങ്ങൾ ഭുജിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. എന്തായാലും സനാതന സംസ്കാരത്തിനെ മാനിക്കാത്ത ഒരു സർക്കാർ ഉള്ള നാട്ടിൽ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് മുരുക ഭക്തർ ഒത്തുചേരുന്നതും സനാതന സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും സർക്കാരിന് ഒരു വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.